Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, so നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ലാസ്റ്റ് ക്ലാസ്സില് പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്നൊരു ചാപ്റ്റർ ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടോ? വായിച്ചു എല്ലാവരും? എടുത്തത്ര നോക്കിയായിരുന്നോ? നോക്കി, കുറച്ച് പേര് നോക്കിയിട്ടുള്ളോ? ഓക്കെ, അപ്പോ നമ്മുടെ പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ? അപ്പോ തേർഡ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ചില ചാപ്റ്റേഴ്സുകൾ അതിൽ ജനറൽ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. നമ്മളൊരു ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളായിരുന്നു. അപ്പൊ ഇത് ടഫ് ആണെന്നല്ല, കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ തന്നെ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പഠിക്കുവാൻ. കാരണം ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെയാണ് പഠിച്ചത് അല്ലെ? അപ്പൊ അത് സിമ്പിൾ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ തന്നെ സ്വയം ഒന്ന് വായിക്കേണ്ട ഒരു രീതിയിലുള്ള ചാപ്റ്റേഴ്സുകൾ കുറച്ച് വരുന്നുണ്ട്. എങ്കിലും മാക്സിമം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോ പബ്ലിക് റിലേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കിയത്? എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ? ഓർമ്മയുണ്ടോ? പെട്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഡ്വേർഡ് ബെർണൈസ് അല്ലെ, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത? എന്ത് പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? എഡ്വേർഡ് ബെർണൈസ് ആർക്കും ഓർമ്മയില്ല? എന്ത് പേരിലാണ് എഡ്വേർഡ് ബെർണൈസ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെ? ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണത്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ദെൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പബ്ലിക് റിലേഷനെ കുറിച്ച് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയായിരുന്നു. എന്തായിരുന്നു ബുക്കിന്റെ പേര്? അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് എഡ്വേർഡ് ബെർണൈസ് പബ്ലിക് റിലേഷനെ കുറിച്ച് ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നായിരുന്നു അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേര്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ഈ പബ്ലിക് റിലേഷൻ കോഴ്സ് PR കോഴ്സ് ചെയ്തത്. ഓക്കെ, ബുക്കിന്റെ പേര് പറഞ്ഞിരുന്നു. ദെൻ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയപ്പെടുന്നത് എഡ്വേർഡ് ബെർണൈസ്. ഓക്കെ, ദെൻ നമ്മൾ ഡെഫിനേഷൻ ആണ് നോക്കിയത്. ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനേഷൻ നോക്കി. എന്തായിരുന്നു? പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് വാട്ട് ദ പീപ്പിൾ hopes for and explaining how administration is satisfying these desires. അല്ലെ? അതായത് പൊതുജനങ്ങള് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിയാനും അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ. പറഞ്ഞ വ്യക്തിയാണ് ജോൺ മില്ലറ്റ്. ഡെഫിനേഷൻ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. കാരണം എക്സാമിന് ചിലപ്പോൾ ഡെഫിനേഷൻ ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? ഇപ്പൊ ജോൺ മില്ലറ്റ് ആണ് പബ്ലിക് റിലേഷനെ കുറിച്ചുള്ള ഡെഫിനേഷൻ പറയുന്നത്. ഡെഫിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പബ്ലിക് ഹോപ്സ് അല്ലെ, പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുമെന്നും അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടം എങ്ങനെ നിറവേറ്റുന്നു എന്നതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമതും ഒരു ഡെഫിനേഷൻ തന്നെയാണ് പറയുന്നത്. ഇത് വേറെ വ്യക്തികളെ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് എന്താണ് പബ്ലിക് റിലേഷൻ പറയുകയാണ് കേട്ടോ. മനസ്സിലാക്കി വെക്കുക. അത് ആരാണ് പറഞ്ഞതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ through sound character and genuine performance on the basis of mutually satisfactory two-way communication. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അല്ലെ? പൊതുജനങ്ങളും ചിലപ്പോ എന്താണ് അഡ്മിനിസ്ട്രേറ്ററും ഭരണാധികാരികളും തമ്മിലുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണ്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ്, അതായത് ഒരു സ്ട്രക്ചർ അല്ലെ, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ത്രൂ സൗണ്ട് ക്യാരക്ടർ. എന്ന് സൗണ്ട് ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്വഭാവം അല്ലെ? അതായത് പരസ്പരം ഒരു ആശയവിനിമയം നടത്താനായിട്ട് ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് അത് അല്ലെ?
സോ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനും അല്ലെങ്കിൽ ഓരോ ഇപ്പൊ നമ്മൾ ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന്റെ നല്ലൊരു സ്വഭാവങ്ങൾ രൂപപ്പെടുത്താനും നല്ലൊരു സ്വഭാവത്തിലൂടെയും പബ്ലിക്കിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെയും പൊതുജനത്തിന്റെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? അല്ലേ? അതായത് ജനങ്ങൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോഴും നമ്മൾ പറഞ്ഞു പബ്ലിക്കിനല്ലേ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? ആണോ? പേഷ്യൻസിനല്ലേ ഹോസ്പിറ്റലിൽ പ്രാധാന്യം കൊടുക്കുക? അല്ലേ? അതിനുശേഷമാണ് സ്റ്റാഫിനും അവിടുത്തെ ബാക്കി എംപ്ലോയീസിനും പ്രാധാന്യം കൊടുക്കുന്നത്. പേഷ്യന്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ബാക്കി ട്രീറ്റ്മെന്റ്സുകളും എല്ലാം നമ്മൾ ആദ്യം ഫസ്റ്റിൽ കൊടുക്കുന്നത് ആർക്കാണ്? പേഷ്യൻസിനായിരിക്കും. ഓക്കെ, ഫസ്റ്റ് പേജ് ഒന്ന് വായിച്ചു നോക്കാമോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അത്രയും ഭാഗം ഒന്ന് വായിക്കാം. എഡ്വേർഡ് ബെർണൈസും രണ്ട് ഡെഫിനിഷൻ പെട്ടെന്നൊന്ന് വായിക്കാം കേട്ടോ. അപ്പൊ എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ച് മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ, ദെൻ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ദെൻ അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് എന്താണ് പബ്ലിക് റിലേഷൻ എന്നുള്ളൊരു ഡെഫിനേഷൻ. ഓക്കെ, ഫസ്റ്റ് പേജ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. രണ്ട് ഡെഫിനേഷൻ വരെ വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ക്ലിയർ ആണോ? അത്രയും ഭാഗം ഓക്കെയാണോ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. അല്ലെ, പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്? ഇങ്ങനെ ഒരു പൊതുജനങ്ങളുമായിട്ടൊരു റിലേഷൻ വേണമോ ഇല്ലയോ? ആവശ്യകത എന്ത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വേണോ? ആവശ്യമുണ്ടോ? നമുക്ക് നീഡ് ഉണ്ടോ? അതിന് ഉണ്ട് അല്ലെ? കാരണം നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ് അല്ലെ? നോക്കാട്ടോ എന്തൊക്കെയാണ് പബ്ലിക് റിലേഷന്റെ ആവശ്യകത. പോയിന്റ് ആണ്, ഓരോ പോയിന്റ് നമുക്ക് വിശദീകരിക്കാം. ഫസ്റ്റ് വൺ, enlarge visibility for the hospital, employees, programs and services. enlarge ചെയ്യുക. enlarge ചെയ്യുക എന്ന് വെച്ചാൽ എന്താ മീനിങ്? മലയാളത്തിൽ എന്താ പറയാ നമ്മള്? enlarge കേട്ടോ, വർദ്ധിപ്പിക്കുക, വികസിപ്പിക്കുക എന്നൊക്കെ പറയും അല്ലെ? enlarge visibility. വിസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദൃശ്യപരത. അതായത് എന്താ പറഞ്ഞുതരാം, എക്സാമ്പിൾ പറയാം ടീച്ചറെ. അപ്പോ enlarge visibility for hospital, ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും പിന്നെ ഹോസ്പിറ്റൽ പ്രോഗ്രാംസ്, സർവീസസ്, ഹോസ്പിറ്റലിന്റെ സേവനങ്ങളും ദൃശ്യപരത വർദ്ധിപ്പിക്കുക എന്ന്. എന്താ ദൃശ്യപരത എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? ദൃശ്യപരത, വിസിബിലിറ്റി കാണിക്കാനായിട്ട്. അതായത് ഹോസ്പിറ്റലില് നമ്മൾ ഇത്രയും സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഹോസ്പിറ്റലിന്റെ പബ്ലിക് കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ സേവനങ്ങളിലും അതോടൊപ്പം തന്നെ അഡ്വർടൈസ്മെന്റ് പറയാം അല്ലെ? വേറെ എന്തൊക്കെ പറയാം? അതായത് എംപ്ലോയീസിന്റെയും ഹോസ്പിറ്റൽ പ്രോഗ്രാംസുകള്, സേവനങ്ങളൊക്കെ നല്ല രീതിയിൽ അവര് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഒരു വിസിബിലിറ്റി നമ്മൾ കണ്ട് മനസ്സിലാക്കുകയാണ് അല്ലെ? എക്സാമ്പിൾ പറയണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ക്യാമ്പുകളൊക്കെ അറേഞ്ച് ചെയ്യും ഇല്ലേ? ഇടയ്ക്ക് സൗജന്യ ക്യാമ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യൂസ് പേപ്പറിന്റെ നോട്ടീസ് ഒക്കെ കിട്ടാറുണ്ട് ഇല്ലേ? ഉണ്ടോ? ചിലപ്പോ സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് അല്ലെങ്കിൽ അലർജി ടെസ്റ്റുകള്, അങ്ങനെ എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ട് ക്യാമ്പുകളൊക്കെ അവർ അറേഞ്ച് ചെയ്യാറില്ലേ? നമുക്ക് നോട്ടീസ് ഒക്കെ കിട്ടാറില്ലേ? നോട്ടീസ് ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ് ചെല്ലാറുണ്ട് അല്ലെ? ഇപ്പൊ ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെ സൗജന്യ ക്യാമ്പ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് അല്ലെ? അല്ലെങ്കിൽ ഐ ടെസ്റ്റുകള്, കണ്ണിന്റെ നേത്ര ചികിത്സകളും മറ്റും അല്ലെ?
ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് നമ്മള് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ ഒരു അട്രാക്ഷൻ അല്ലേ കിട്ടുന്നത്? ഇങ്ങനെ ക്യാമ്പുകൾ മറ്റും വെക്കുമ്പോ കൂടുതൽ അല്ലെ പബ്ലിക്കിന് എന്ത് പറ്റും? പബ്ലിക്കിന് കുറച്ചും കൂടി ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റൽ ആകട്ടോ, അത്യാവശ്യം ഫെസിലിറ്റികളൊക്കെ ഉണ്ട് അല്ലെ. മൗത്ത് പബ്ലിസിറ്റി നോക്കി. അപ്പോ എന്താണ് ഒരു നമുക്ക് കൂടുതൽ കേട്ടൊരു അറിവ് കിട്ടും അല്ലെ, ഇല്ലേ? കിട്ടില്ലേ നമുക്ക്? അപ്പൊ അതാണ് വിസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഒന്നും കൂടി വായിക്കാം. Enlarge visibility for the hospital employees, programs and services. ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതലും പബ്ലിക്കിന് ഒരു അറിവ് ലഭിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. പൊസിഷൻ the hospital as the healthcare leader and authority within the community or region. ഹോസ്പിറ്റലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെ, അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയിലെയോ ഒരു റീജിയൻ, ഒരു പ്രദേശത്തിന്റെയോ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമൂഹം അല്ലെ, ഒരു സമൂഹത്തിന്റെയോ ആ ഒരു പ്രദേശത്തിന്റെയോ ഒരു അതോറിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലീഡർ ആയിട്ടുമാണ് നമ്മൾ ഹോസ്പിറ്റലിനെ കാണുന്നത് അല്ലേ? ആണോ? നമ്മളുടെ ഒരു പ്രദേശത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലോ ഒക്കെ ഉണ്ടാകും. അത് നമ്മളുടെ ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു പ്രദേശത്തിന്റെ ഒരു ഉയർന്ന അല്ലെങ്കിൽ ഒരു നേതൃത്വം, ഒരു ലീഡർ ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ കാണുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു സമൂഹത്തിന്റെ ഒരു അതോറിറ്റി ആയിട്ടോ, അതോറിറ്റി എന്ന് വെച്ചാൽ ഒരു ഉയർന്ന ഒരു പദവി അല്ലെ, അതോറിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലീഡർ ആയിട്ടാണോ നമ്മൾ ഹോസ്പിറ്റലിനെ കാണുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇൻക്രീസ് അവയർനെസ് ഓഫ് ഹോസ്പിറ്റൽ ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റലിന്റെ സർവീസസുകളെയും പ്രോഗ്രാംസുകളെയും കുറിച്ചിട്ട് ഒരു അവയർനെസ് വർദ്ധിപ്പിക്കുക അല്ലെ. അതായത് പബ്ലിക്കിന് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അഡ്വർടൈസ്മെന്റ് കൊണ്ടുവരാം അല്ലെ. അപ്പൊ നമുക്ക് കൂടുതലും ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ അറിയുന്നതാണ്. ഇപ്പൊ നമ്മള് ന്യൂസ് പേപ്പറിലൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു പേജ് ഫുള്ളായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും ഇല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങൾ റേഡിയോയിൽ പ്രോഗ്രാംസുകളൊക്കെ കാണാറുണ്ടോ? സോറി, കേൾക്കാറുണ്ടോ? റേഡിയോയിലൊന്നും കേൾക്കാറില്ല. അതിലും ഇതുപോലെ ഹോസ്പിറ്റലുകളിൽ ഇതിനെ കുറിച്ചൊക്കെ പറയാറില്ലേ, പ്രോഗ്രാംസുകളൊക്കെ അല്ലെ. അത് പിന്നെ നമ്മളെ ഫോണിലാണെങ്കിലും നമ്മൾ ആ ഫേസ്ബുക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. അപ്പൊ ഈ ഫേസ്ബുക്കിൽ ഓരോ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാംസുകളും അല്ലെ, അവിടുത്തെ പുതിയ പുതിയ ആക്ടേഴ്സുകളൊക്കെ വെച്ചിട്ടുള്ള പരസ്യങ്ങളും അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാംസുകളെ കുറിച്ചും അവിടുത്തെ സർവീസുകളെ കുറിച്ചും കൂടുതൽ അറിവ് നമുക്ക് പബ്ലിക്കിന് ലഭിക്കുകയാണ്. ഓക്കെ, ഇൻക്രീസ് അവയർനെസ്, ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ അഡ്വർടൈസ്മെന്റുകളൊക്കെ വഴി ലഭിക്കുന്നു. എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ്. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എൻഹാൻസ് എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ടേമാണ് അല്ലെ, എൻഹാൻസ്. എന്താ എൻഹാൻസ് ചെയ്യുക? അതായത് ഹോസ്പിറ്റലിന്റെ മുഖച്ഛായ, ഇമേജ് അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. എന്താ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞ പോലെ പുതിയ പുതിയ ഫെസിലിറ്റികളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. അപ്പൊ പരസ്പരം അല്ലെ നമുക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതുപോലെ അഡ്വർടൈസുകളും അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരിക, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സുകളൊക്കെ കൊണ്ടുവരിക. അങ്ങനെ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിന്റെ ഇമേജിനെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക. Then assisting recruitment and retention of employees. എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യുക, മീൻസ് അവരെ ഹെൽപ്പ് ചെയ്യുക. റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ റിട്ടൻഷനും ചെയ്യുക. റിക്രൂട്ട്മെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? പുതിയ പുതിയ എംപ്ലോയീസിനെയൊക്കെ എടുക്കുക. അതോടൊപ്പം റിട്ടൻഷൻ ചെയ്യുക, നിലനിർത്തുക, സ്റ്റാഫുകളെ അവിടെ നിലനിർത്തുക. സ്റ്റാഫുകൾ കൊഴിഞ്ഞു പോകാതെ അവർക്കായിട്ട് നല്ല ഫെസിലിറ്റികളൊക്കെ ചെയ്തുകൊണ്ട് ഉള്ള സ്റ്റാഫുകളെ നിലനിർത്തിക്കൊണ്ട് പുതിയ പുതിയ സ്റ്റാഫുകളെ റിക്രൂട്ട്മെന്റും ചെയ്യുക. ഓക്കെ, act as foundation when unreal news about the hospital happens. Act as foundation when unreal news. എന്താ unreal news എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, unreal news ആ ടേബിളിൽ തന്നെ ഉണ്ടല്ലോ. എന്താ unreal news എന്ന് പറഞ്ഞാലാ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറക്കാറുണ്ട് അല്ലെ. ചില ഹോസ്പിറ്റലുകളും മറ്റു ഹോസ്പിറ്റൽ തമ്മിലൊക്കെ ഒരു എന്താ പറയാ പരസ്പരം ഒരു
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ, പരസ്പരം ഒരു ശത്രുതയൊക്കെ വരും. അപ്പോ ഹോസ്പിറ്റലിനെ കുറിച്ച് അൺറിയൽ ആയിട്ടുള്ള ഫേക്ക് ന്യൂസ്, ചിലപ്പോൾ അവിടുത്തെ സേവനങ്ങള് ഫെസിലിറ്റികളൊന്നും ഇല്ല, ചിലപ്പോൾ ഡോക്ടേഴ്സ് പോരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ ഇറക്കുമ്പോൾ ആക്ട് ആസ് എ ഫൗണ്ടേഷൻ അല്ലെ, അതായത് പബ്ലിക് റിലേഷൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് പബ്ലിക് നിലകൊള്ളും. അതായത് ഫേക്ക് ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിന് നേരിടേണ്ടതായിട്ട് എന്താണ് ഒരു അടിത്തറയായിട്ട് പ്രവർത്തിക്കാനായിട്ട് പബ്ലിക് റിലേഷൻ ആവശ്യമാണെന്ന്. അതായത് ജനങ്ങളുടെ ഒരു വിശ്വാസം ആ ഒരു ഹോസ്പിറ്റലിൽ പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ഫേക്ക് ന്യൂസ് വന്നാലും നമ്മൾ വിശ്വസിക്കോ? ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് അല്ലെ, അതായത് നമ്മൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്തതെങ്കിൽ മറ്റുള്ളവർ ഫേക്ക് ന്യൂസ് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? ആകാറുണ്ടോ? നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡോക്ടറെ കുറിച്ചാണ് ചിലപ്പോൾ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ? അപ്പോ ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ഒരു പബ്ലിക് റിലേഷൻ, അതിനെയാണ് പബ്ലിക് റിലേഷന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഫേക്ക് ന്യൂസുകളൊക്കെ പറയുകയാണെങ്കിൽ അതിനെതിരായിട്ട് പിടിച്ചു നിർത്താനായിട്ടും നമുക്കൊരു പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, then last point, improve employee morale. Employee morale എന്ന് വെച്ചാൽ മനോവീര്യം, മൊറൈൽ, എംപ്ലോയീസിന്റെ ഒരു മനോവീര്യം, ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. അറിയില്ലാത്ത വാക്കുകൾ മലയാളത്തിലൊന്ന് നിങ്ങൾ തന്നെ എഴുതിയിടാം കേട്ടോ. കാരണം കുറെ പുതിയ വാക്കുകളൊക്കെ അറിയില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മലയാളത്തിൽ ആ വാക്കിന്റെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ, അതായത് സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക, അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുക അല്ലെ. സ്റ്റാഫുകൾക്ക് എപ്പോഴും ഭയങ്കര ടെൻഷൻ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പോൾ സ്റ്റാഫുകൾക്ക് കുറച്ച് മനോവീര്യമൊക്കെ കൊടുക്കുക, അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുക, കോൺഫിഡൻസ് കൊടുക്കുക. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാ പോയിന്റ്സും ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓരോ പോയിന്റ് വായിക്കുക, നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വായിക്കുക നിങ്ങളുടേതായ രീതിയിൽ. ടീച്ചർ മാക്സിമം എളുപ്പം വളരെ ഷോർട്ട് ആക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കുക. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, കോമൺ ആയിട്ടുള്ള ടോപ്പിക് അല്ലേ. അപ്പൊ നമ്മൾ തന്നെ സ്വയം ഒന്ന് വായിച്ച് നിങ്ങളുടേതായ രീതിയിലോട്ട് അതിനെ സിമ്പിൾ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. പോയിന്റ് ഔട്ട് ഒന്നല്ലല്ലോ, ഒരുപാട് പോയിന്റുകളൊന്നും വരുന്നില്ല. ഓക്കെ, കണ്ടിന്യൂ വായിച്ചു നോക്കാം കേട്ടോ. Need of public relation. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും? സെക്കൻഡ് പോയിന്റ് ആണോ? സെക്കൻഡ് പോയിന്റ് നോക്കി. പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. അതായത് ഹോസ്പിറ്റലിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെയോ, അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അത് ആ ഒരു പ്രദേശത്തിന്റെ ലീഡർ ആയിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റലിനെ കാണുന്നത്. ഓക്കെ, അതായത് ഒരു കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം അല്ലെ, അപ്പൊ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിനെ ആ ഒരു പ്രദേശത്തിന്റെയോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു സമൂഹത്തിന്റെയോ ലീഡർ ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു ടേം മാത്രം ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ച ആള്? ഓക്കെ, അത് അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അതിന്റെ എക്സ്ട്രാ ഒന്നും ഇല്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ല. സിക്സ്ത് പോയിന്റ്, നോ ഡൗട്ട്.
അതായത് ഹോസ്പിറ്റലിനെ കുറിച്ച് അൺറിയൽ ന്യൂസുകൾ അല്ലെ, അതായത് ഇപ്പൊ ഫേക്ക് ന്യൂസുകളൊക്കെ വരുമല്ലോ, അവിടുത്തെ ചികിത്സാ പീഡനമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞ് ഫേക്ക് ന്യൂസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ അതിന് ഒരു എന്താ പറയാ ആക്ട് ചെയ്യാനായിട്ട് അല്ലെ, അതിനെ കുറിച്ചിട്ടൊരു എന്താണ് അടിത്തറയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണമെന്ന്. അതായത് കുറച്ച് പേഷ്യൻസുകൾ പബ്ലിക്കിന്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ത് ഫേക്ക് ന്യൂസ് വന്നാലും അതിന് നേരിടാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ അതിനെ നേരിടണമെങ്കിൽ ഒരു പബ്ലിക്കിന്റെ സപ്പോർട്ട് വേണമെന്ന്. ഓക്കെ, പോയിന്റുകൾ ചിലപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് ഒരു എന്താ പറയാ ഒരു വളഞ്ഞ വഴിയിലേക്ക് എഴുതാന്നിരിക്കുന്നത് അല്ലെ, സിമ്പിൾ ആണ് കേട്ടോ, മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങളെ. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ, മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. അതായത് നമുക്കൊരു പബ്ലിക് റിലേഷൻ സമൂഹത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സുകളാണ് ഇനി പറയുന്നത്. ഓക്കെ, സമൂഹത്തിലെ ഒരു പബ്ലിക് റിലേഷൻ അല്ലെ, ജനങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻസ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെല്ലാം മെത്തേഡുകൾ ഉപയോഗിക്കാം. അപ്പോ മെയിൻലി ദർ ആർ ടു മെത്തേഡ്സ്, രണ്ട് മെത്തേഡുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് മെത്തേഡ്സ്, സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. രണ്ട് മെത്തേഡുകളാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് മെത്തേഡ്സ്. എന്താണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തന രീതികൾ അല്ലെ, എന്തൊക്കെയാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നതെന്ന് നോക്കാം. These methods are basically related with every aspect of hospital operations. അപ്പോ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇൻക്ലൂഡിംഗ് those are performed by workmen such as telephone operator, inquiry office personnel and admission office clerk. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ടെക്സ്റ്റ് ബുക്കില് വായിക്കുമ്പോ അണ്ടർലൈൻ ചെയ്ത് പോവുക. ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അല്ലെ, നോക്കി എക്സാമ്പിള് ബൈ വർക്ക്മെൻ, ടെലിഫോൺ ഓപ്പറേറ്റർ, ദെൻ എൻക്വയറി ഓഫീസ് പേഴ്സണൽ, അതായത് റിസപ്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന എൻക്വയറി ഓഫീസ് പേഴ്സണൽ, ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലെ, അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇരിക്കുന്ന ടെലിഫോൺ ഓപ്പറേറ്റർ, ദെൻ അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. All those maintaining contact with the patients as well as those working behind the screen share the same burden. For telephone operator, then inquiry office personnel, admission office clerk, then all those maintaining contact with the patients. പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ പേഴ്സൺസും, അതായത് ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും, ആസ് വെൽ ആസ് അതോടൊപ്പം തന്നെ ബിഹൈൻഡ് ദ സ്ക്രീൻ, സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വർക്കേഴ്സ് അല്ലെ. നമുക്കറിയാലോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന എംപ്ലോയീസ് ഉണ്ട്, മറിച്ച് അതിന് ബിഹൈൻഡ് ദ സ്ക്രീനിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി എംപ്ലോയീസ് ഉണ്ട് ഇല്ലേ കേട്ടോ. ഏതൊക്കെയാണ് സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത്? എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഇതൊക്കെ നമ്മൾ അതായത് ഇപ്പൊ റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫുകളെയും നേഴ്സസിന്റെയും മറ്റ് ലബോറട്ടറിയിലും അവിടെയൊക്കെ നമ്മൾ ഡയറക്റ്റ് കാണുന്ന വർക്ക് മീൻസ് നമ്മൾ ഡയറക്റ്റ് കാണുകയാണ് അല്ലെ. അതിന് പുറമേയും പ്രവർത്തിക്കുന്ന സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ആരൊക്കെയാണ് സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള്? ടെക്നീഷ്യന്മാരുണ്ടാവാം, ബാക്ക് ഓഫീസ് വർക്കേഴ്സ്, വേറെ ആരൊക്കെയുണ്ട്? ക്ലീനിങ് സ്റ്റാഫുകളെ പറഞ്ഞൂടെ, ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാകും. വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നവരുണ്ട്, മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇലക്ട്രിക്കൽ വർക്കേഴ്സ് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ പ്ലംബേഴ്സ് ഉണ്ടാകാം അല്ലെ. ഇപ്പൊ സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നവര് അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെയാണ്. സെക്യൂരിറ്റി പറയാം അല്ലെ. ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ എവറി ആസ്പെക്ട്സ്, അതായത് എല്ലാ പ്രവർത്തനങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ് ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ജസ്റ്റ് പറഞ്ഞത്, ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി ഓഫീസ് പേഴ്സണൽ, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്. മൂന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാലോ, വർക്ക്മെൻ എന്താ, ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി ഓഫീസ് പേഴ്സണൽ, അഡ്മിഷൻ ഓഫീസർ. ദെൻ ഐഡന്റിഫൈ വിച്ച് മെത്തേഡ് എന്ന് ചോദിച്ചൂടെ? ഒരു എക്സാമ്പിൾ പറഞ്ഞാലോ ക്വസ്റ്റ്യൻ. ഓക്കെ,
ക്ലിയർ ആണോ? ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നവരാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ബിഹൈൻഡ് ദ സ്ക്രീനും ദെൻ നമ്മൾ ഓൾറെഡി കാണുന്ന പേഴ്സൺസും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. The three fundamental components of community operations are. ഇനി 3 കമ്പോണൻസ് ആണ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസ്, അതായത് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന 3 കോമ്പോണൻസ്, ഘടകങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ. ഓക്കെ, 3 ഘടകങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആണ്, വായിക്കുമ്പോൾ അത് മാർക്ക് ചെയ്ത് തന്നെ പോവുക കേട്ടോ. കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? അതായത് സമൂഹത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ കോമ്പോണൻസ്, 3 ഘടകങ്ങൾ. ഫസ്റ്റ് വൺ, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, അല്ലെ? നല്ലൊരു സന്തോഷമുള്ളതും അതുപോലെ തന്നെ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള, പൊളൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ എളിമയോട് കൂടിയിട്ടുള്ള, വളരെ താഴ്മയോട് കൂടിയിട്ടുള്ള ഒരു സ്വഭാവം, അല്ലെ? ബിഹേവിയർ. ദെൻ ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, പെട്ടെന്ന് തന്നെയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, കാര്യക്ഷമവും വേഗത്തിലുള്ള ചികിത്സ. ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. ക്ലിയർ എൻവയോൺമെന്റ്, നല്ലൊരു അന്തരീക്ഷമായിരിക്കണം ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുക. ദെൻ വെൽ അപ്പിയറൻസ്, വർക്കേഴ്സിന്റെ നല്ലൊരു അപ്പിയറൻസ്. ഓക്കെ, 3 കമ്പോണൻസ് ആണ് പറയുന്നത് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിലെ 3 കമ്പോണൻസ്. joyful and polite behavior, quick and efficient treatment, clear environment and well appearance of the workers. Clear ആണോ? 3 പോയിന്റ് വായിക്കുമ്പോൾ ടെക്സ്റ്റിൽ ഈ 3 എണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് നമ്മൾ നോക്കി. എന്താണെന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ എവറി ആസ്പെക്ട്, എല്ലാ പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ്, അല്ലെ? ടെലിഫോൺ ഓപ്പറേറ്റർ തുടങ്ങി അഡ്മിഷൻ ക്ലർക്ക്, സ്റ്റാഫ്, ബിഹൈൻഡ് ദ സ്ക്രീൻ സെക്യൂരിറ്റി, ക്ലർക്ക്, ആരൊക്കെയാണ്? ടെക്നീഷ്യന്മാര്, അതുപോലെ തന്നെ പ്ലംബേഴ്സ്, ഇലക്ട്രിക്കൽ വർക്കേഴ്സ്, എല്ലാവരും ചേർന്നതാണ് ഒരു പ്രവർത്തന മെത്തേഡ്, ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ഓപ്പറേറ്റീവിലെ 3 കോമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. joyful and polite behavior, quick and efficient treatment, clear environment and well appearance of workers. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെയാണോ? ക്ലിയർ ആണോ? 3 കോമ്പോണൻസ് വരെ. ഓക്കെ, then next നോക്കാം. some operations of improving operations of health in community level are. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി ലെവലിലെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ? അതായത് കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു സമൂഹത്തിന്റെ കുറച്ചും കൂടി നല്ലൊരു ഇംപ്രൂവ്മെന്റ്സ്, പ്രവർത്തനങ്ങൾ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും ചെയ്യാൻ സാധിക്കുന്നു കേട്ടോ. എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആദ്യം പറഞ്ഞേ, എന്തൊക്കെയാണ്? അതായത് കമ്മ്യൂണിറ്റി നമ്മളുടെ, അതായത് സമൂഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യാൻ സാധിക്കും? കമന്റ് ചെയ്യാം കേട്ടോ. അറിയാവുന്ന പോലെ ചെയ്യാം, തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കളുണ്ട്, കുഴപ്പമില്ല. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് നമുക്ക് വേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിന്, സമൂഹത്തിന് വേണ്ടി ഇംപ്രൂവ് ചെയ്യിക്കുന്നത്? പേഷ്യന്റ് കെയർ, ഓക്കെ, ഫെസിലിറ്റി, നല്ല സൗകര്യങ്ങളൊക്കെ കൊടുക്കാം. വേറെ എന്തൊക്കെയുണ്ട്? ക്വാളിറ്റി കെയർ കൊടുക്കാം. ഓക്കെ, എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരാം, അല്ലെ? പുതിയ എക്യുപ്മെന്റുകളൊക്കെ നമുക്ക് കൊണ്ടുവരാം. വേറെ എന്തൊക്കെയാണ്? എല്ലാവരും കമന്റ് ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ തെറ്റിപ്പോകുമ്പോ എന്റെ പോയിന്റ് തെറ്റായിരിക്കുന്നത് വിചാരിക്കേണ്ട, നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. എന്തായാലും അല്ലെങ്കിൽ ഒരു 1 way ക്ലാസ് ആയി പോവില്ല നമ്മളുടെ. സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കൊണ്ടുവരാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുക. ഇത്രയൊക്കെയുള്ളൂ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ. കഴിഞ്ഞോ? ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരാൻ നോക്കാം.
some operations of improving operations, hospital, the community. Machines techniques കൊണ്ടുവരാം. Okay. എന്ന് നോക്കാം പോയിന്റ്. നിങ്ങൾ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഏകദേശം നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. A high quality patient care is the basis of good public relation. അല്ലെ, ഒരു ഗുഡ് പബ്ലിക് റിലേഷന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ നൽകുക. അല്ലെ, നിങ്ങൾ പറഞ്ഞല്ലോ, എല്ലാവരും തന്നെ ഫസ്റ്റ് പറഞ്ഞു തന്നത് അല്ലെ, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണം പേഷ്യൻസിന് കൊടുക്കുക എന്നതാണ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗുഡ് പബ്ലിക് റിലേഷന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ, sufficient physical facility with a good functional layout, waiting room with benches or chairs, water, refreshment facility in the outpatient department. അല്ലെ, നിങ്ങൾ പറഞ്ഞ ഫെസിലിറ്റികൾ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികൾ കൊണ്ടുവരിക. Sufficient physical facility with a good functional layout. Layout എന്ന് വെച്ചാൽ പ്ലാൻ ആണ് മീനിങ്. നല്ലൊരു വെയിറ്റിംഗ് റൂം കൊണ്ടുവരിക. വിത്ത് ബെഞ്ചസ് ഓർ ചെയേഴ്സ്. അല്ലെ, ഡോക്ടറെ കാണാനായിട്ട് നമ്മുടെ പേഷ്യന്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നിടത്ത് ആവശ്യത്തിനുള്ള ബെഞ്ചുകളോ അല്ലെങ്കിൽ ചെയറുകളോ അറേഞ്ച് ചെയ്യുക. Then water, ഡ്രിങ്കിങ് വെള്ളം, വാട്ടർ ഒക്കെ വെക്കുക. അതുപോലെ തന്നെ റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി, അതായത് ഇപ്പൊ ഒരു റിഫ്രഷ്മെന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ മറ്റു റിഫ്രഷ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ, അതായത് നമ്മൾ പുറമെ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുമല്ലോ, അവിടെ റിഫ്രഷ്മെന്റിനായിട്ടുള്ള ഫെസിലിറ്റികളും ചെയ്യുക. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മേക്കിംഗ് അതേഴ്സ് ഹാപ്പി, വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. Good morale of workers not only improve efficiency, but workers with a high morale work in a positive manner with one another and also with the patients in the community. Okay, എന്താണ് പറയുന്നത്? Making others happy, one must be happy himself. അല്ലെ, നമുക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവൻ സ്വയം സന്തോഷവാനായിരിക്കണം. അല്ലെ, നിങ്ങൾ ഹാപ്പി ആണെങ്കിലല്ലേ നിങ്ങൾക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. ആണോ? നിങ്ങൾ ഭയങ്കര എന്താ പറയാ, ഇമോഷണലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വിഷമത്തോടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് മറ്റൊരാളെ പോയിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റൊരാളെ പോയിട്ട് ചിരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെ, നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും കൂടി ഹാപ്പി ആക്കാൻ സാധിക്കുകയുള്ളൂ. Making others happy, one must be happy himself. സ്വയം സന്തോഷവാനായിരുന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. Good morale of workers, അതായത് വർക്കേഴ്സിന്റെ നല്ലൊരു മനോവീര്യം, വർക്കേഴ്സിന് നല്ലൊരു മനോവീര്യം ഉണ്ടെങ്കിൽ നോട്ട് ഓൺലി ഇംപ്രൂവ് എഫിഷ്യൻസി, അവരുടെ വർക്കില് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിൽ മാത്രമല്ല, but workers high morale work in a positive manner with another and also with the patients in the community. ഇപ്പൊ പേഷ്യൻസിന്, അതായത് വർക്കേഴ്സിന് നല്ലൊരു ഗുഡ് മൊറൈൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കോൺഫിഡൻസ്, ഒരു മനോവീര്യം ഉണ്ടെങ്കിൽ, മനോവീര്യം കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ എഫിഷ്യൻസി, അതായത് വർക്കിലുള്ള ഒരു എഫിഷ്യൻസിന് മാത്രമല്ല, മറിച്ച് എന്താണ്, അവരുടെ വർക്ക് പോസിറ്റീവ് മാനർ, പേഷ്യൻസിന് ഒരു പോസിറ്റീവ് മാനറിൽ പരിചരണം കൊടുക്കാനും അവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ, സ്റ്റാഫുകൾക്ക് സാധിക്കുന്നു. Another and also with the patients in the community, അതായത് സമൂഹത്തിലുള്ള ആ പേഷ്യൻസിന് നല്ലൊരു പോസിറ്റീവ് മാനറിലുള്ള ഒരു കെയർ കൊടുക്കാനായിട്ട് സ്റ്റാഫുകൾക്ക് കഴിയുന്നു. എന്തുകൊണ്ട്? അവർക്ക് നല്ലൊരു മൊറൈൽ നമ്മൾ കൊടുക്കുകയാണ്, അല്ലെ, കംഫോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പേഷ്യൻസിന് നല്ലൊരു പോസിറ്റീവ് മാനറിൽ കാണാനും നല്ലൊരു ചികിത്സ കൊടുക്കാനും സ്റ്റാഫുകൾക്ക് സാധിക്കുന്നു. അതിന് സ്വയം അവര് ഹാപ്പി ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഇപ്പൊ ക്ലിയർ ആയോ? അതായത് സ്റ്റാഫുകള് സ്വയം ഹാപ്പി ആയിരുന്നാൽ മാത്രമേ അവർക്ക് പേഷ്യൻസിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അവര് ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കോൺഫിഡന്റ് കൊടുക്കുക, ഗുഡ് മൊറൈൽ കൊടുക്കുക, നല്ലൊരു മനോവീര്യം വർദ്ധിപ്പിക്കുക. ഇപ്പൊ ക്ലിയർ ആയോ പോയിന്റ്? ഹാപ്പിയുടെ കാര്യം ഓക്കെ ആയി, ഇപ്പൊ കണക്ട് ചെയ്തില്ലേ? അതായത് സ്റ്റാഫുകൾ ഹാപ്പി ആയിരിക്കുക, സ്റ്റാഫുകൾ ഹാപ്പി ആയിരിക്കുക വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കുക, അവർക്കൊരു നല്ലൊരു ഗുഡ് മൊറൈൽ, അവരൊരു മനോവീര്യം വർദ്ധിപ്പിക്കുക. ദെൻ അവർക്ക് മനോവീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവര് ഹാപ്പി ആണെങ്കിൽ അവർ പേഷ്യന്റിനെയും ഹാപ്പി ആയിക്കോളും. ഓക്കെ, ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ,
Then next one, operating efficiency with effective coordination among all clinical departments and other supportive services arise from good administration, organization, structure, policy, procedure, and authority and responsibility should be clearly understood by each staff. ഇതാണ് പറയുന്നത് operating efficiency with effective coordination. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇല്ലേ? ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ? ഒരു ഹോസ്പിറ്റലിനുള്ളിൽ എത്രയോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നമ്മൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചല്ലേ പഠിച്ചു വരുന്നത്. ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റുകൾ? ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? ഡിഫറെന്റ് ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്? റേഡിയോളജി ഉണ്ട്, അല്ലാതെ തന്നെ കോമൺ ആയിട്ട് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ലബോറട്ടറി, സ്കാനിങ്, എക്സ്റേ, റേഡിയോളജി അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇൻഷുറൻസ്, ഫാർമസി. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്ന്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക അല്ലെ? Coordination among all clinical department and other supportive services. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. Then administration, organization structure, policies, procedures, and authority and responsibility should be clearly understood by each staff. ഓരോ സ്റ്റാഫുകൾക്കും കൃത്യമായിട്ടും ഒരു അറിവുണ്ടായിരിക്കണം ഇതിനെ കുറിച്ച്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച്, ദെൻ ഹോസ്പിറ്റലിലെ നടപടിക്രമങ്ങൾ, പ്രൊസീജിയേഴ്സ്, ദെൻ പോളിസീസ്, അവിടുത്തെ നിയമങ്ങളെ കുറിച്ചും, ദെൻ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു അറിവ് സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരുന്നാൽ മാത്രമേ അവര് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുള്ളൂ അല്ലെ? എങ്കിൽ മാത്രമേ നല്ലൊരു പ്രവർത്തനം നമുക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റലില് ഒരു കമ്മ്യൂണിറ്റി ലെവലില് ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും പോയിന്റ്സ്. ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഈസ് ബേസിസ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ. നല്ലൊരു പബ്ലിക് റിലേഷന്റെ ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഉയർന്ന ഒരു നിലവാരമുള്ള പരിചരണം പേഷ്യൻസിന് നൽകുക. Sufficient physical facility with a good functional layout, waiting room with benches or chairs, water, refreshment facility in the outpatient department. Physical ആയിട്ടുള്ള ഫെസിലിറ്റികൾ പേഷ്യൻസിന് നൽകുക. വെയിറ്റിംഗ് റൂം, ബെഞ്ചസും ചെയർസ് ഒക്കെ ഉണ്ടായിരിക്കുക, വാട്ടർ ഉണ്ടായിരിക്കുക, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി നൽകുക. Making others happy, one must be happy himself. Good morale of workers not only improve efficiency, but workers with a high morale work in a positive manner with one another and also with the patient in the community. അതായത് നമ്മൾ സ്വയം ഹാപ്പി ആയിരുന്നാലേ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ സാധിക്കുകയുള്ളൂ. സോ സ്റ്റാഫിനെ ഹാപ്പി ആക്കുക. സ്റ്റാഫുകൾ ഹാപ്പി ആയിരിക്കണമെങ്കിൽ അവർക്ക് നമ്മൾ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കുക, മനോധൈര്യം വർദ്ധിപ്പിക്കുക. ദെൻ അവരുടെ എഫിഷ്യൻസിയിലും അവർക്കൊരു കോൺഫിഡൻസ് ലഭിക്കുകയാണെങ്കിൽ അത് അവരുടെ പ്രവർത്തനം നല്ല കാര്യക്ഷമമാക്കാനും ദെൻ ഒരു പോസിറ്റീവ് മാനറിൽ പേഷ്യൻസിന് പരിചരണങ്ങൾ നൽകുവാനും സാധിക്കുന്നു. Then നാലാമത്തെ പോയിന്റ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് ഇഫക്റ്റീവ് കോർഡിനേഷൻ among all clinical department and other supportive services arise from good. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു കോർഡിനേറ്റ് ചെയ്ത് കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുക. Then administration, organization, structure, policy, procedures, and authority and responsibility should be clearly understood by each staff. ഓരോ സ്റ്റാഫുകൾക്കും ആ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചും ഹോസ്പിറ്റലിലെ നയങ്ങള്, പോളിസികള്, നടപടിക്രമങ്ങള്, അവരവരുടെ ഡ്യൂട്ടീസുകൾ, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ എല്ലാ പോയിന്റ്സും? ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിക്കോളൂ.
മെത്തേഡ്സ് തുടങ്ങി വായിക്കാനുണ്ടല്ലോ അല്ലെ? മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി, അത് തുടങ്ങി വായിക്കണേ. വായിക്കുമ്പോൾ വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് പോവുക. അപ്പൊ എക്സാമിൽ പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പോയിന്റും അർത്ഥം മീനിങ് മനസ്സിലാക്കി വായിക്കാം കേട്ടോ. സിമ്പിൾ ആണ്, നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ത്രീ കോമ്പോണൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 കോമ്പോണൻസ് പറഞ്ഞ് ജോയ്ഫുൾ, പൊളൈറ്റ്, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ്, ക്ലിയർ എൻവയോൺമെന്റ്. ഓക്കെ, 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. വായിക്കുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് പോകുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും വായിച്ചോ? വായിക്കാത്തവർക്ക് കണ്ടിന്യൂ ചെയ്യാതെ വായിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം, അടുത്ത പോയിന്റിലേക്ക് പോകാം കേട്ടോ. എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ പോയിന്റ്സുകള്? ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ഓക്കെ, നമ്മൾ നോക്കിയത് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആണ് കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ് കഴിഞ്ഞു. രണ്ട് മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്, ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓക്കെ, ഓപ്പറേറ്റീവ് മെത്തേഡിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് പോയിന്റ് ഔട്ട് ആണ് നോക്കാം. ഫസ്റ്റ് വൺ, to make available suitable information to the patient, their relatives and visitors. Okay, patientsനും വിസിറ്റേഴ്സിനും പേഷ്യൻസിനും റിലേറ്റീവ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മീൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഇൻഫോർമേഷൻസുകൾ നൽകുക പേഷ്യൻസിന്. ഇപ്പോ ഇമെയിൽ വഴിയോ മെസ്സേജസുകൾ വഴിയൊക്കെ നമ്മൾ നൽകുമല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ നൽകുക. Second one, a provision to listen to oral complaints instead of compelling on written one. എന്താണ് പറയുന്നത്? പ്രൊവിഷൻ ടു ലിസൺ ഓറൽ കംപ്ലൈന്റ്. അതായത് ഇപ്പോ നമ്മളെ ഹോസ്പിറ്റലിൽ കംപ്ലൈന്റ്സുകളൊക്കെ ഉണ്ടാകും അല്ലെ, പേഷ്യൻസിന് കംപ്ലൈന്റ്സുകളൊക്കെ ഉണ്ടാകും. ചിലവര് നേരിട്ട് പോയിട്ട് കംപ്ലൈന്റ്സുകൾ പറയും ഓറൽ ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിനോട്, അല്ലെങ്കിൽ ചിലപ്പോൾ PR അടുത്ത് പോയി പറയും അല്ലെ, ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഫെസിലിറ്റികളുടെ പോരായ്മയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓറൽ ആയിട്ട് പോയിട്ട് സംസാരിക്കും. ചിലവര് റിട്ടേൺ ആയിട്ട് ഇപ്പൊ കംപ്ലൈന്റ് ബോക്സ് ഒക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ, കണ്ടിട്ടുണ്ടോ നിങ്ങളാ? സജഷൻ ബോക്സ് അല്ലെങ്കിൽ കംപ്ലൈന്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും ഇല്ലേ? ഉണ്ട്. അപ്പോ ചില ആളുകൾ എന്ത് ചെയ്യും, കംപ്ലൈന്റ് ബോക്സിൽ അവർ ഡയറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് എടുത്താണോ അത് റിട്ടേൺ ഫോമില് അല്ലെ കംപ്ലൈന്റ് ബോക്സിൽ എഴുതിയിട്ട് ഇടും. ചിലവര് ഡയറക്റ്റ് ആയിട്ട് പോയി പറയും, ഓറൽ ആയിട്ട് കംപ്ലൈന്റ് പറയും. ഇവിടെ പറയുന്നത് പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പലിംഗ് ഓൺ റിട്ടേൺ വൺ. റിട്ടേൺ കംപ്ലൈന്റ്സിനേക്കാളും കുറച്ചും കൂടി ഒരു പ്രൊവിഷൻ ഇമ്പോർട്ടൻസ് നമ്മൾ ഓറൽ കംപ്ലൈന്റിന് കൊടുക്കാണ്. അതായത് നേരിട്ട് വന്ന് പറയുമല്ലോ കംപ്ലൈന്റ്, അതിന് ഉടനടി മറുപടി നൽകുകയാണ്. റിട്ടേണിന് മറുപടി നൽകണില്ല എന്നല്ല, എങ്കിലും കുറച്ചും കൂടി പ്രാധാന്യം ഓറൽ ആയിട്ടുള്ള കംപ്ലൈന്റ്സിന് കൊടുക്കുക. ക്ലിയർ ആണോ? നമ്മൾ നേരിട്ട് പോയി പറയുന്ന കംപ്ലൈന്റ്സിന് പ്രാധാന്യം കൊടുക്കുകയാണ്. സജഷൻ അല്ലെങ്കിൽ കംപ്ലൈന്റ് ബോക്സിൽ കംപ്ലൈന്റ് വായിക്കുക, പക്ഷെ അതിലും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് എന്ത് ചെയ്യുക, ഓറൽ ആയിട്ടുള്ള കംപ്ലൈന്റ്സിന് പ്രാധാന്യം നൽകുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. സ്വിച്ച് റിപ്ലൈ, സ്വിച്ച് ഇട്ട പോലെ ക്വസ്റ്റ്യൻസിലേക്ക് ആൻസർ പറയുകയാണ്. ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോ അവരുടെ ട്രീറ്റ്മെന്റ് പരമായിട്ട് എന്തെങ്കിലും സംശയങ്ങളും ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെല്ലാം കൃത്യമായിട്ടുള്ള ആൻസർ സ്വിച്ച് റിപ്ലൈ. പെട്ടെന്ന് തന്നെ അതിന്റെ ആൻസർ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഫെസിലിറ്റികളുടെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, മറുപടി നൽകുക. നാലാമത്തെ പോയിന്റ്, പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു സജഷൻ ബോക്സ് സ്യൂട്ടബിൾ പ്ലേസിൽ സ്ഥാപിക്കുക. എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവുമല്ലോ, ഒരു സജഷൻ ബോക്സ് ഉണ്ടാവും, ഒരു കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, സജഷൻ ബോക്സും കംപ്ലൈന്റ് ബോക്സും ഒക്കെ ഉണ്ടോന്ന്. കണ്ടിട്ടുണ്ടാകും, കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, അതില്ല സജഷൻസോ അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് ഒക്കെ എഴുതിയിടാറുണ്ടോ ആരെങ്കിലും? ഒന്നും എഴുതിയിടാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, ഇപ്പൊ ഫെസിലിറ്റികള്, ഇപ്പൊ ചിലപ്പോൾ നമ്മള് ഡോക്ടറെ കാണാനിരിക്കുന്നിടത്ത് ബെഞ്ചിന്റെ അഭാവം ഉണ്ടാവും, ചെയറിന്റെ അഭാവം ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സജഷൻ ബോക്സിൽ അത് എഴുതിയിടാം. നിങ്ങളുടെ പേര് എഴുതിയിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണോ സജഷൻ അത് എഴുതിയിടാം. കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട്, ഓക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ നമുക്ക് തോന്നി, ഒരു പോരായ്മയോടെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലൈന്റ്സ് എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സജഷൻ ബോക്സ് വയ്ക്കുക. ദെൻ അടുത്ത പോയിന്റ് നോക്കാം, visual communication, film shows, exhibitions and hospital brochures are to be exhibited. Brochure ആണ് കേട്ടോ അത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ സ്പെല്ലിംഗ് എങ്ങനെയാ? സ്പെല്ലിംഗ് ആണോ കിടക്കുന്നത്? ടെക്സ്റ്റില് ബ്രൗഷർ തന്നെയല്ലേ? ആണോ? ഓക്കെ, അതായത് BOUCHR തന്നെയാണോ ബ്രൗഷർ? ഓക്കെ, BR ബ്രൗഷറിന്റെ സ്പെല്ലിംഗ് എന്താ? BROCHURE ബ്രൗഷർ. ഓക്കെ, ബ്രൗഷർ എന്നാണ് കേട്ടോ അവിടെ.
അപ്പൊ നോക്കാം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുവരിക ഹോസ്പിറ്റലില്, അതോടൊപ്പം തന്നെ ഫിലിം ഷോസുകൾ അറേഞ്ച് ചെയ്യുക, എക്സിബിഷൻസുകൾ. ദെൻ ഹോസ്പിറ്റൽ ബ്രൗഷർ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അവിടെ എന്തെല്ലാം സേവനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പുതിയ എന്താ പറയാ, നിങ്ങൾ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോയിൻ ചെയ്യുമ്പോഴൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ബ്രൗഷർ ഒക്കെ ഉണ്ടാകും അല്ലേ? അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസുകൾ ഏതൊക്കെയാണ്, നമുക്കൊരു ഔട്ട്ലൈൻ ആണ് ഈ ബ്രൗഷറിൽ ലഭിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഒരു ബ്രൗഷർ ഇറക്കാണ്. ബ്രൗഷർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതെല്ലാം ഡോക്ടേഴ്സ് ഉണ്ട്, ഏതെല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സേവനങ്ങൾ ഉണ്ട് അല്ലെ? സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ പേര്, അവരുടെ സേവനങ്ങള്, മറ്റു ഡിപ്പാർട്ട്മെന്റുകള് അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രൗഷർ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫിലിം ഷോകളൊക്കെ അറേഞ്ച് ചെയ്യുക, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുവരിക, അതായത് പുതിയ നൂതന ടെക്നോളജികളൊക്കെ കൊണ്ടുവരിക. Then next one, the school teachers, students, housewives and members of women's organization and religious leaders can conduct hospital tours. അല്ലെ? ഹോസ്പിറ്റൽ ടൂർ, അതായത് ഒരു വിസിറ്റ് പോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഹോസ്പിറ്റലിലേക്ക് ഒരു വിസിറ്റ് പോലെ സ്കൂൾ ടീച്ചേഴ്സിനെ ഒരുമിച്ച് വിസിറ്റ് ചെയ്യാം, സ്റ്റുഡൻസിനെ കൊണ്ടുപോകാം. ദെൻ ഹൗസ് വൈഫ് അല്ലെങ്കിൽ വുമൻസിന്റെ എന്തെങ്കിലും സംഘടനകളൊക്കെ ഉണ്ടാകുമല്ലോ, ഇവർക്കെല്ലാം ഒരു ഹോസ്പിറ്റൽ ടൂർസ് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നത്. അതായത് ഹോസ്പിറ്റൽ വിസിറ്റ് പോലെയൊക്കെ നിങ്ങൾ കോളേജിലൊക്കെ ചെറിയ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നത് പോലെ വിസിറ്റിങ്ങിനൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇല്ലേ? നമ്മൾ ഫീൽഡ് ട്രിപ്പ് ഒക്കെ പോകില്ലേ? സ്കൂളിൽ നിന്നൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഫീൽഡ് ട്രിപ്പ് ഒക്കെ പോണില്ലേ? ഇതുപോലെ ഹോസ്പിറ്റൽ വിസിറ്റുകൾ ചെയ്യാറുണ്ട്. അതായത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളും, എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ ആ ഒരു സബ്ജക്ട് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ടൂറുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഓൾഡ് ഏജ് ഈ പാലിയേറ്റീവ് കെയറുകളൊക്കെ വിസിറ്റ് ഒക്കെ ചെയ്യും അല്ലേ? ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം കേട്ടോ. To hold an annual hospital day or open day, house where public can be shown every aspect of the hospital operations that include some of highly technical functions. അല്ലെ? അതായത് ഒരു ഹോസ്പിറ്റൽ ആനുവൽ ഡേയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡേ പോലെ സെലിബ്രേറ്റ് ചെയ്യാറ്. അവിടെ കൂടുതലും നമുക്ക് ടെക്നിക്കൽ ഫങ്ഷൻസ് ഉപയോഗിക്കാറ്. അതായത് ഇപ്പൊ മീഡിയ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു 1 week പ്രോഗ്രാം ആയിരിക്കും ഹോസ്പിറ്റൽ ഡേയോട് അനുബന്ധിച്ചിട്ട്. അപ്പൊ അത് ചിലപ്പോൾ കൂടുതൽ എന്താ പറയാ, ട്രീറ്റ്മെന്റ്സിലൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഇളവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ലൊരു ഫംഗ്ഷൻ പോലെയായിരിക്കും. പുറമേക്ക് നോക്കുമ്പോൾ പബ്ലിക്കിന് ഇത്രയും അല്ലെ നല്ലൊരു പബ്ലിസിറ്റി നമുക്ക് കിട്ടും. നല്ല പുതിയ ടെക്നിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ, ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെന്റ്സുകളും അങ്ങനെ പുതിയ ഫെസിലിറ്റികളെ കുറിച്ചിട്ടും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ പബ്ലിക്കിന് കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഒരു അട്രാക്ഷൻ തോന്നും നമുക്ക് പുറമേന്ന് നോക്കുമ്പോ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഏതോ ഒരു ഹോസ്പിറ്റലിനെ കണ്ടായിരുന്നു. അതുപോലെ നമ്മളെ വീഡിയോയിലൊക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഷോർട്ട് വീഡിയോസിലൊക്കെ കാണാറില്ലേ, ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻസ് ഒക്കെ, പേര് ഓർമ്മയില്ല ഏത് ഹോസ്പിറ്റലാണെന്ന്. ഇതുപോലെ ഒരു ഫംഗ്ഷൻസ്, അതൊരു 1 week ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നടത്തുമ്പോൾ കൂടുതൽ പബ്ലിക്കിന് അതൊരു ശ്രദ്ധ കിട്ടും അല്ലെ? Then last one, using mass media would be helpful to improve public relation. അല്ലെ? മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പബ്ലിക് റിലേഷന് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഉപാധിയാണ്, ഒരു മീഡിയയാണ് ശരിക്കും അല്ലെ? നമ്മള് കൂടുതലും വാർത്തകളിലൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലുകളുടെ പരസ്യങ്ങൾ കാണാറില്ലേ? അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ TV തുറന്നിട്ടുണ്ടെങ്കിൽ പരസ്യങ്ങൾ കാണാറുണ്ട്. വലിയ മൾട്ടി ഡെവലപ്ഡ് ഹോസ്പിറ്റലിന്റെയും അല്ലെ ആക്ടേഴ്സുകളൊക്കെ അഭിനയിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളൊക്കെ കാണും. നല്ല ഫെസിലിറ്റികളാണ്. അതോടൊപ്പം തന്നെ റേഡിയോയിലൊക്കെ പരസ്യങ്ങളുണ്ട്. ഇപ്പൊ ഫോണിലാണെങ്കിലും സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഓരോ ഹോസ്പിറ്റലുകളുടെയും പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇതെല്ലാം പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റിംഗ് മെത്തേഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം പോയിന്റ്സുകള്. എളുപ്പമാണ്, അതെല്ലാം എളുപ്പമാണ്, വായിച്ച് മനസ്സിലാക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. വായിച്ചു നോക്കാം കേട്ടോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച പോയിന്റ്സുകള്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കി വായിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്കിനി വരുന്നത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഓരോരോ ബോക്സസ് ആയിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബോക്സ് സ്റ്റാർട്ട് ചെയ്യാം. 7th പോയിന്റ് ഡൗട്ട് ഉണ്ടോ? അതായത് ആനുവൽ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറ് ഹോസ്പിറ്റലുകളിൽ. ഓക്കെ, അതായത് അവിടെ കുറെ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു സെലിബ്രേഷൻ പോലെ നമ്മൾ സ്കൂളിൽ ആനിവേഴ്സറി ഒക്കെ നടത്തില്ലേ, അതുപോലെ ഒരു ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാം. പബ്ലിക്കിന്റെ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടില്ല ഹോസ്പിറ്റലിനെ കുറിച്ച്. ഓക്കെ, നെക്സ്റ്റിന്റെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് അത്ര ക്ലിയർ ആണോ? പോയിന്റ്സുകൾ വളരെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ, ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നന്നായിട്ട് വായിക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ തന്നെ കുറച്ച് നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് വായിക്കേണ്ട ഒരു ചാപ്റ്ററുകളാണ്. 3rd and 4th മോഡ്യൂൾസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ജനറൽ ടോപ്പിക്കുകളാണ് പ്രത്യേക ടീച്ചർ പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ടീച്ചേഴ്സും പറയുന്നുണ്ടല്ലോ. അതായത് നമ്മൾ തന്നെ കുറച്ച് എഫേർട്ട് എടുക്കണം. 1st 2nd മോഡ്യൂളിലും കുറച്ചും കൂടി നമ്മൾ സമയം കണ്ടെത്തണം പഠിക്കുന്നതിൽ. ഓക്കെ, നമ്മൾ തന്നെ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ, ഡിപ്പാർട്ട്മെന്റുകളൊക്കെ മാറി കുറച്ച് പൊതുവായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരും. അതൊക്കെ നമ്മൾ തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. കുറച്ച് എഫേർട്ട് എടുക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ ഇവിടുത്തെ ഇത്രയും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് വായിക്കുക, ഓരോ ദിവസവും കൃത്യമായിട്ട് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ.